നമുക്ക് ആദ്യം മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു കാരണവശാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാതിരിക്കുക. ഇനി നമുക്ക് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് 5 എണ്ണം നെടുവേ കീറിയത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ മീനുള്ള ചേരുവകളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുളകും വാടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില 2 ഇതിൽ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, ഉലുവ പൊടിച്ചത് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, ഇത്രയാണ് പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉലുവ വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഈ തവണ കറി ചെയ്യുന്നത് ആദ്യമേ ഉലുവപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളുടെ ആ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഇനി മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാല മീനിൻ്റെ എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ മസാലയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് കുടംപുളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള 10 ചുള പുളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയുടെ ഉറക്കനുസരിച്ച് പുളിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചട്ടി കുറച്ച് വലിപ്പം കുറവായത് കാരണം 2 ചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു മസാല തയ്യാറാക്കിയ ആ ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് മീനിൻ്റെ സമാസമായിരിക്കണം, അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഒത്തിരി വെള്ളത്തിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചാറിന് ഒത്തിരി ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരല്പം കുറുകിയിരിക്കുന്നതാണ് മീൻ കറിക്ക് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 കറിച്ചട്ടിയിലായിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് കറി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റിയിട്ട് മീൻ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ഇപ്പോൾ വേവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പ് നോക്കാം. ഇപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒരല്പം ചാറെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പുളിയുടെ അളവ് അറിയാനായിട്ട്. അപ്പോൾ ഒത്തിരി പുളി തോന്നുകയാണെങ്കിൽ ഒരു 2-3 ചുള എടുത്ത് കളഞ്ഞേക്കുക. ഈ പുളി ഇരിക്കുന്തോറും അതിൻ്റെ ഉറ കൂടി വരും. അപ്പോൾ അതിനുശേഷം കറിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ഇതിൽ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് കറി മാറ്റി വെക്കാം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ എന്താണെങ്കിലും ഒന്ന് കറി വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പുളിയുടെ അളവ് നോക്കണം. പുളിയുടെ അളവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ പുളി എടുത്ത് കളയുക.